എഫാത്ത സ്പിരിച്വൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക. നമുക്കൊരുമിച്ച് ഈ വചനം ഒരിക്കൽ കൂടെ ഏറ്റുപറയാം. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ഈ വചനം എന്ന് ചിന്തയ്ക്ക് എടുത്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മാർച്ച് 17-ാം തീയതി വിശുദ്ധ പാട്രിക്കിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം. അയർലൻഡിലെ പാട്രൺ സെയിന്റായ വിശുദ്ധ പാട്രിക് അയർലൻഡിൽ കാത്തോലിക്ക വിശ്വാസത്തിന് തുടക്കം കുറിച്ച വിശുദ്ധൻ. വിശുദ്ധനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിശുദ്ധന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 16-ാമത്തെ വയസ്സിൽ ഒരു അടിമയായി പിടിക്കപ്പെട്ട് അയർലൻഡിൽ എത്തിയ വിശുദ്ധൻ തുടർന്ന് തൻ്റെ ഈ കഷ്ടപ്പാടിന്റെ കാലത്ത് ദൈവവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുകയും ദൈവത്തോട് തുടർച്ചയായി ആലോചന ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് തൻ്റെ അടിമത്തത്തിന് ശേഷം തന്നെ പീഡിപ്പിച്ച അല്ലെങ്കിൽ ദ്രോഹിച്ച ജനതയിലേക്ക് തന്നെ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ സ്നേഹം വിളിച്ചു പറയുന്നതാണ് വിശുദ്ധ പാട്രിക്കിന്റെ ജീവിതം നമ്മളോട് വിളിച്ചു പറയുന്നത്. അദ്ദേഹം ദൈവത്തെ തൻ്റെ കവചമായി കൊണ്ടു നടന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പ്രാർത്ഥനയുണ്ട്, സെന്റ് പാട്രിക്സ് ബ്രസ്റ്റ് പ്ലേറ്റ് പ്രയർ. അതിനകത്ത് പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ക്രിസ്തു എന്നോട് കൂടെയുണ്ട്, ക്രിസ്തു എൻ്റെ മുന്നിലുണ്ട്, പുറകിലുണ്ട്, വശങ്ങളിലുണ്ട്, എല്ലായിടത്തുമുണ്ട്. അങ്ങനെ ദുർമന്ത്രവാദത്തിൻ്റെയും അനാചാരങ്ങളുടെയും വിളനിലമായിരുന്ന അയർലൻഡിലേക്ക് തൻ്റെ സംരക്ഷകനായി ക്രിസ്തുവിനെ കൂടെ നിർത്തിയുകൊണ്ട് ഒരു വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച വിശുദ്ധൻ പിന്നീട് പള്ളികൾ സ്ഥാപിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തെ വളർത്തുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് വളരെ സാധാരണക്കാർക്ക് വളരെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു കാര്യം. 3 വ്യക്തികളായിട്ടുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 വ്യക്തികളും ഒന്നാണെന്നുള്ളൊരു ചിന്ത അദ്ദേഹം സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് താൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നിരുന്ന ഒരു ഷാംറോക്ക് ചെടിയുടെ ഇലയെടുത്തുകൊണ്ട് കാണിച്ചിട്ടാണ്. അദ്ദേഹം ആ ഷാംറോക്ക് ചെടിയുടെ ഇലയെടുത്തുകൊണ്ട് പറയുകയാണ്, ഈ ഇലയുടെ 3 ദളങ്ങൾ പോലെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈ 3 ദളങ്ങൾ എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇങ്ങനെ വിശുദ്ധൻ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കാൻ ശ്രമിച്ച ഈ വിശുദ്ധൻ വിശുദ്ധ പത്രോസിനെ പോലെയും വിശുദ്ധ പൗലോസിനെ പോലെയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ച വിശുദ്ധനാണ്. അതിൽ വിജയം വരിക്കുകയും ചെയ്ത വിശുദ്ധനാണ്. അദ്ദേഹത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങളാണ്, അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളാണ്. ഒരു ദിവസം 100-ൽ കൂടുതൽ തവണ പ്രാർത്ഥിക്കുമായിരുന്ന വിശുദ്ധൻ അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ സംരക്ഷണവും കവചമായിട്ട് കണ്ടിരുന്നത് ഈ ദൈവവചനങ്ങളുടെ ശക്തിയായിരുന്നു. ഈ വിശുദ്ധന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം
ഉറക്കെ ഏറ്റുപറയാം. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. എല്ലാവർക്കും മിസ്റ്റർ പാട്രിക്കിന്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത ഉറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം. എഫാത്ത.